ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തായ്ലൻഡ് ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആട്ടോ. ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എനിക്ക് ട്രിപ്പ് പോകുന്നതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല എന്ന്. പക്ഷേ ട്രിപ്പുകളെല്ലാം പോയി വരുമ്പോൾ ടോട്ടലി മെസ്സപ്പ് മൈ സ്കിൻ കെയർ. ട്രിപ്പ് പോകുന്നതിന് മുന്നേ എനിക്ക് ചെറിയ രീതിയിൽ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോയിട്ട് വന്നപ്പോഴേക്കും അതിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ വഷളായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കഴിക്കുന്ന ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനൊരു കാരണം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഞാൻ ഓർക്കാറുള്ളത് എനിക്ക് എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് എന്ന് പറയുന്നത്. എൻ്റെ ഫേവറേറ്റ് ഫേസ് വാഷ് ഈസ് നൗ ഇൻ എ ന്യൂ ആൻഡ് ബെസ്റ്റ് എവർ ഫോം. ഈ ഫേസ് വാഷ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് നോട്ട് ജസ്റ്റ് നീം, പക്ഷേ നീമിൻ്റെ 5 പാർട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്നല്ലേ? യങ് ആൻഡ് മെച്ചൂർഡ് നീം ലീവ്സ്, സ്റ്റെം, ഫ്ലവർ ആൻഡ് ഫ്രൂട്ട്. 5 days കൊണ്ട് തന്നെ പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുമെന്ന് ക്ലിനിക്കലി പ്രൂവൺ ചെയ്തിട്ടുണ്ട്. ഓൾസോ പ്രിവെന്റ്സ് പിമ്പിൾസ് ഫ്രം കമ്മിങ് ബാക്ക്. ഇത് സോപ്പ് ഫ്രീ ആണ്, അതുപോലെ തന്നെ ജെന്റൽ ക്ലെൻസറുമാണ്. അതുപോലെ തന്നെ ഇതിൽ സ്കിൻ ഫ്രണ്ട്ലി pH അടങ്ങിയിട്ടുണ്ട്. സോ ഈ പ്രോഡക്റ്റ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് ആൻഡ് ഹിമാലയാസിന്റെ ആപ്പിലും അവരുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ക്ലിക്ക് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ടു ഗ്രാബ് യോഴ്സ് അറ്റ് എ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് പോയാലോ. ഇന്നലെ ഈവനിങ് കൊച്ചി എയർപോർട്ടിൽ നമ്മൾ വന്നു. രാത്രി 10:10 ഫ്ലൈറ്റ്. ചെക്കിൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. അവിടെ നിന്ന് നൈറ്റ് ഫുൾ ട്രാവൽ ചെയ്ത് രാവിലെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഭീകര മഴയായിരുന്നു കേട്ടോ നമ്മൾ വന്നിറങ്ങിയപ്പോഴേക്കും. വീട്ടിൽ വന്നു, ഒരു 2-3 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം ഞാൻ എണീറ്റത് എൻ്റെ പരിപാടികൾ കാര്യമായിട്ട് ചെയ്യുകയാണ്. ചെടിയെല്ലാം വാടിക്കരിഞ്ഞൊക്കെ നിൽക്കുകയാണ്. വാടിക്കരിഞ്ഞിട്ടില്ല, അത്യാവശ്യം ചെറിയ മഴയൊക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് അങ്ങ് പോയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ചെടികളെല്ലാം ആകെ കൂടി വിഷമിച്ച് വല്ലാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കാര്യമൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അവരെല്ലാവരും സന്തോഷത്തിലായി. അങ്ങനെ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി കുറച്ച് പരിപാടികൾ കിച്ചണിലേക്കുണ്ട്, അതെല്ലാം ചെയ്യണം. മുഖത്ത് നല്ല ക്ഷീണമുണ്ട്, കാരണം ഉറങ്ങിയിട്ടില്ല. വളരെ കുറച്ച് സമയം മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. കാറിലൊക്കെ ഇരുന്ന് ഉറങ്ങാൻ ശ്രമിച്ചുവെങ്കിലും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ് ഞാനിന്ന്. ക്ഷീണമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ വെള്ളമെല്ലാം 4-5 ദിവസമായിട്ട് കുടിക്കാനായിട്ട് തിളപ്പിച്ച് വെച്ചതെല്ലാം അങ്ങനെ സ്റ്റോറായിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കളഞ്ഞിട്ട് പുതിയ വെള്ളമെല്ലാം തിളപ്പിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഇന്ന് കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ, എന്നെല്ലാം പുറത്തുനിന്ന് കഴിക്കാമെന്നൊരു തീരുമാനം എടുത്തു. കാരണം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ വയ്യ, എല്ലാം യാത്രയൊക്കെ ചെയ്ത് ടയേർഡായി, ഒന്നിനും വയ്യ, ഒരു സുഖമില്ല അങ്ങോട്ടേക്ക് വയ്ക്കാനായിട്ട്. ഇത്രയും ദിവസം പുറത്തെ ഫുഡ് തന്നെയാണ് കഴിച്ചത്, അപ്പോൾ ഇന്നും പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിക്കണോ എന്നുള്ളൊരിതും മനസ്സിലുണ്ട്. പക്ഷെ ഒട്ടും വയ്യ കേട്ടോ, ആഹാരമൊന്നും വയ്ക്കാൻ വയ്യ. എന്തായാലും ഇന്ന് പുറത്തുനിന്നേ കഴിക്കുള്ളൂ എന്ന് ആദ്യമേ തീരുമാനിച്ചിട്ട് വന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കേട്ടോ, ഞാനും വേദ ഒന്നും കഴിച്ചില്ല. വന്ന പാടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയപ്പോൾ എണീറ്റതേ ഉള്ളൂ. ഇനി എണീറ്റ് ഞാൻ ഇങ്ങനെയുള്ള കുഞ്ഞു 2-3 പരിപാടികളെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോകും. ലഞ്ച് കഴിക്കാനുള്ള സമയമായിട്ടോ, എനിക്കപ്പോൾ വലിയ വിശപ്പില്ല. അപ്പോൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടി ഒരുമിച്ച് കഴിക്കാമെന്ന് കരുതി. അതുപോലെ തന്നെ വേദയും എണീറ്റിട്ടില്ല കേട്ടോ. ഏട്ടൻ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഇരിക്കുകയാണ്. എനിക്ക് രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിച്ചിട്ടില്ലാത്ത ശീലമുള്ളത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് തോന്നുന്നില്ല. വേദയും എണീറ്റിട്ടില്ലല്ലോ, അതുകൊണ്ട് പിന്നെ കരുതി എന്തായാലും ഉച്ചയ്ക്ക് കഴിക്കണം, ബിരിയാണി തന്നെ കഴിക്കണം, അതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാം എന്ന് കരുതി. അങ്ങനെ ഒരു സ്റ്റെപ്പ് വെള്ളമെല്ലാം ചൂടാക്കി തണുപ്പിച്ച് നമ്മുടെ കൂജയിലൊക്കെ ഒഴിച്ച ശേഷം അടുത്ത് വീണ്ടും ഒരു സ്റ്റെപ്പ് വെള്ളം കൂടി തിളപ്പിച്ച് വയ്ക്കാനായിട്ടൊക്കെ പോവുക കേട്ടോ. എനിക്ക് ഈ തിളപ്പിച്ച വെള്ളം കുടിക്കുന്ന ഒരു ഇത് വേറെ എത്ര ഫിൽറ്റർ ചെയ്ത വെള്ളം കുടിച്ചാലും എനിക്ക് ശരിയാവില്ല കേട്ടോ. എനിക്കിങ്ങനെ തിളപ്പിച്ച തണുത്ത വെള്ളം തന്നെ കുടിക്കണം. എനിക്ക് ചൂടോടെയും പറ്റത്തില്ല, തിളപ്പിച്ച തണുത്ത വെള്ളം തന്നെ. എവിടെ പോയാലും അങ്ങനെ ഒരു വെള്ളം കിട്ടിയാൽ ഇഷ്ടമാണ്. പക്ഷേ യാത്ര ചെയ്യുമ്പോൾ ഇല്ല കേട്ടോ, ഞാൻ മിനറൽ വാട്ടർ അല്ലാതെ വേറെ ഒന്നും വാങ്ങത്തില്ല, തിളപ്പിച്ച് അങ്ങനെ ഒരിക്കില്ല. പക്ഷേ ഏതെങ്കിലും വീടുകൾ, നമുക്ക് പരിചയമുള്ള വീടുകൾ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലുമൊക്കെ ആണെങ്കിൽ എനിക്ക് തിളപ്പിച്ച് നന്നായിട്ട് തിളച്ച് തണുത്ത വെള്ളമേ ഞാൻ കുടിക്കത്തുള്ളൂ. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ യാത്ര ചെയ്യുമ്പോൾ മിനറൽ വാട്ടർ, ഫോർ സേഫ്റ്റി മിനറൽ വാട്ടർ, അതല്ലാതെ വേറൊരു വെള്ളം തൊടത്തില്ല. എനിക്ക് പേടിയാണ്. വെള്ളം പോലും നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് കുടിക്കാൻ പറ്റില്ല കേട്ടോ. എപ്പോൾ വേണോ എങ്ങനെ വേണോ പണി കിട്ടാം. അതുകൊണ്ട് എവിടെ പോയാലും മിനറൽ വാട്ടർ തന്നെ കുടിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മറ്റേ ഗ്രീൻ ടീ പോലൊരു മോർണിംഗ് ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. എന്തോ ഒരു ഞാൻ കണ്ടുപിടിച്ച ഒരു ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടാക്കൽ ചടങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്.
ഇനി വേദ എപ്പോഴാണാവോ എഴുന്നേൽക്കുന്നത്, വേദയെല്ലാം എഴുന്നേൽപ്പിച്ച് എപ്പോഴാണാവോ ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോകുന്നത്, സോറി ബ്രേക്ക്ഫാസ്റ്റ് അല്ലല്ലോ ലഞ്ചൊക്കെ കഴിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. നല്ല ക്ഷീണമുണ്ട്. ലഞ്ച് കഴിച്ചിട്ട് വന്ന് 2-3 വീഡിയോസ് എല്ലാം സെറ്റ് ചെയ്ത ശേഷം വേണം വീണ്ടും ചെന്ന് കിടന്ന് ഉറങ്ങാനായിട്ട് ഗൈസ്. എൻ്റെ അമ്മോ അത്രയ്ക്ക് ക്ഷീണമുണ്ട്. ഫ്ലൈറ്റിലിരുന്ന് വന്നു, യാത്ര ചെയ്തു, കിടന്നുറങ്ങി. തള്ളല്ല ഗൈസ്, സത്യമായിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അതിനെ തള്ളായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. പക്ഷേ റെഗുലറായിട്ട് ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് ഞാൻ പറയുന്നത് എത്രയും ബുദ്ധിമുട്ടാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ഇവിടെ ട്രിവാൻഡ്രത്തായിരുന്നു ഫ്ലൈറ്റ്, എനിക്ക് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ വന്ന് നേരെ വീട്ടിൽ കിടന്ന് ഉറങ്ങാതെ എറണാകുളം വന്നു, അവിടെ നിന്ന് നേരെ നമ്മൾ ട്രിവാൻഡ്രം വന്നു. ആകെ തളർന്നു പോയി. എന്തായാലും അതെ, ഞാൻ കിച്ചണിൽ കയറി എൻ്റെ പരിപാടികളൊക്കെ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കുക കേട്ടോ. ഇതെൻ്റെ ഒരു പുതിയ പരീക്ഷണമാണ്. ചൂടുവെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് നാരങ്ങ ഒഴിക്കുക, അതിലേക്ക് കുറച്ച് തേൻ ഒഴിക്കുക, ഒപ്പം ഗ്രീൻ ടീ ഇട്ട് ഒരുമിച്ചങ്ങ് കുടിക്കുക കേട്ടോ. അപ്പോൾ ഒന്നും അറിയത്തില്ല, ഗ്രീൻ ടീ കുടിച്ചതാവും, നാരങ്ങയും തേനും കുടിച്ചതാവും, എല്ലാം കൂടി മിക്സ് ചെയ്തങ്ങ് കുടിക്കുക. ഒറ്റ സ്റ്റെപ്പ് കുടിച്ചാൽ മതി, 2-3 സ്റ്റെപ്പൊന്നും കുടിക്കണ്ടല്ലോ. ഇതൊന്നും കുടിച്ചിട്ട് വലിയ കാര്യമില്ല കേട്ടോ. ചിലരൊക്കെ പറയും കുടിച്ചിട്ട് വണ്ണം കുറയും അങ്ങനെയാണ് ഇങ്ങനെയാണ്. വണ്ണമൊന്നും കുറയത്തില്ല, പക്ഷെ അത് കുടിക്കുമ്പോൾ എന്തോ ഒരു റിഫ്രഷ്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ കുടിക്കുന്നേ ഉള്ളൂ. അല്ലാണ്ട് നാരങ്ങയും തേനും കഴിച്ചു എന്ന് പറഞ്ഞിട്ട് വണ്ണം കുറയത്തില്ല. അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഫുഡൂടെ കൺട്രോൾ ചെയ്താൽ നമുക്ക് വണ്ണം കുറയും. പിന്നെ അസിഡിറ്റി പ്രോബ്ലം ഉള്ളവരൊക്കെ നാരങ്ങയൊന്നും രാവിലെ വെറും വയറ്റിൽ കുടിക്കരുത്. അതൊക്കെ പണി കിട്ടും കേട്ടോ. നമുക്കിപ്പോൾ പിന്നെ വേറെ തൽക്കാലം ഹെൽത്ത് ഇഷ്യൂസൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് തോന്നിവാസം ആവാം എന്നുള്ളതാണ് സത്യം. ഇനിയിപ്പോൾ തൽക്കാലം വലിയ അസുഖ ലക്ഷണങ്ങളൊന്നും കാണാത്തത് കൊണ്ട് തന്നെ ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ചെന്ന് ചെയ്ത് നോക്കുമ്പോൾ അറിയാം എന്തൊക്കെ ഉണ്ട് ഏതൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് അതൊക്കെ നോക്കി വെറുതെ ടെൻഷൻ ആവണ്ടെന്ന് കരുതി അതൊന്നും നോക്കാനും പോകുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. എന്തായാലും ഇതേ മോർണിംഗ് ഡ്രിങ്കൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് എന്നും രാവിലെ എല്ലാവരും ചായ കുടിക്കും പോലെ ഇത് കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു ഡേ കംപ്ലീറ്റ് ആവാത്തൊരു ഫീലായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ദിവസവും രാവിലെ ഇത് കുടിക്കാറുണ്ട്. പിന്നെ കുറേ നാൾ കൊണ്ടുള്ള ശീലമാട്ടോ, അതുകൊണ്ടാവാം എന്നും രാവിലെ കുടിക്കണം എന്നൊക്കെ ഒരു തോന്നൽ വരുന്നത്. അങ്ങനെ ആ സാധനം ഇട്ട് വെച്ചിട്ട് ഞാൻ അടുത്ത എൻ്റെ പരിപാടികളിലേക്ക് പോവുകയാണ്. അതവിടെ ഇരുന്ന് അങ്ങനെ തണുത്തുള്ളൂ. എനിക്ക് ചൂടോടെ കുടിക്കുന്നത് ഇഷ്ടമല്ല. ചെറിയ ചൂടോടെ കുടിക്കും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭീകര ചൂടോടെയൊന്നും ഞാൻ കുടിക്കത്തില്ല. പിന്നെ കുറേ ചെരുപ്പെല്ലാം വാരിപ്പിറക്കി അവിടെ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ചെരുപ്പ് സ്റ്റാൻഡിനുള്ളിലേക്കൊക്കെ ആക്കണമായിരുന്നു. അത് മാത്രമല്ല കേട്ടോ, ഇന്ന് ഒരുപാട് പണികളുണ്ട്. എല്ലാം കറക്റ്റ് വയ്ക്കണം. എല്ലാം കൂടി വാരിപ്പിറക്കി എത്ര സ്റ്റാൻഡ് ഉണ്ടെങ്കിലും അതിലൊന്നും കറക്റ്റ് വയ്ക്കില്ല കേട്ടോ. അവിടെ എവിടെയും വാരിപ്പിറക്കി കൂട്ടി ഇങ്ങനെ ഇട്ടേക്കും. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ വൃത്തിയാക്കാൻ ഇറങ്ങുന്ന ദിവസങ്ങളിൽ ഭയങ്കര വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയായിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് ഞാൻ നമ്മുടെ തുണികൾ കുറേ നനയ്ക്കാനായിട്ടുണ്ട്. ഒരു ലോഡ് തുണികൾ ബാക്ക്ഗ്രൗണ്ടിൽ നനച്ചിട്ടിരിക്കുന്നു. അവിടെ വേറെ അല്ലാണ്ട് നനച്ചിട്ടിരിക്കുന്നു. ഇതെല്ലാം ഇനി മടക്കി വെക്കണം, കഴുകണം, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ. ആക്ച്വലി ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തായ്ലാൻഡ് ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്ന ശേഷം ഞാൻ ഉടനെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരുപാട് ജോലികൾ കഴുകാനും പറക്കാനും എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ക്ലീനിങ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. തുണികൾ കഴുകി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വാഷിംഗ് മെഷീൻ റെസ്റ്റ് ഇല്ലാണ്ട് ഞാനിന്ന് തുണികൾ കൊടുത്തായിരുന്നു കേട്ടോ. അത്രയ്ക്കും വേണ്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞത് മടക്കാൻ സമയമാണ് ഞാൻ ആലോചിച്ചത് ഇത്രമാത്രം തുണികൾ നമ്മൾ കഴുകിയായിരുന്നു എന്ന്. അത്രയ്ക്കുണ്ടായിരുന്നു കേട്ടോ മടക്കി വെക്കാനായിട്ട്. ഇവം ഈ സത്യമായിട്ടും പണ്ടുള്ളവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. എന്തോരം ജോലികളും ചെയ്തിട്ട് തുണി നനയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം നമുക്കൊക്കെ എന്ത് ഭാഗ്യമല്ല, എന്തെല്ലാം കാര്യങ്ങൾ ഫെസിലിറ്റീസ് ഉണ്ടല്ലേ. തുണി നനയ്ക്കാൻ വാഷിംഗ് മെഷീൻ, പാത്രം കഴുകാൻ മെഷീൻ, തറ തുടയ്ക്കാൻ മെഷീൻ, എല്ലാത്തിനും മെഷീൻ. പണ്ടൊക്കെ അമ്മമാരെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. വാഷിംഗ് മെഷീനില്ല, തറ തുടയ്ക്കാൻ മെഷീനില്ല, പാത്രം കഴുകാൻ മെഷീനില്ല. അത് ഇതുപോലെ 1-2 ആൾക്കാരാണോ ഒരു വീട്ടിലുള്ളത്? ഒരു വീട്ടിൽ എത്ര ആൾക്കാരുണ്ടാവും അല്ലേ? എത്ര അംഗങ്ങളാണ് ഒരു വീട്ടിലുള്ളത്? അവരുടെ എല്ലാവരുടെയും കാര്യം നോക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, എല്ലാ കാര്യങ്ങളും നോക്കിയല്ലേ സമ്മതിക്കണം. ഇവിടെ 3 പേരുണ്ടായിട്ട് ഇതൊന്നും നമുക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ എന്തോ പാടാന്ന് ആലോചിച്ച് നോക്കി. ഇത്രയേറെ സാധനങ്ങൾ നമുക്ക് ഹെൽപ്പിനായിട്ട് ഉണ്ടായിട്ട് പോലും അന്നൊന്നും ഇങ്ങനെയൊന്നുമില്ല. അവരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം. സത്യം ഇത്രയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നടുവൊക്കെ അനക്കാൻ വലിയ പാടാട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പണ്ടുള്ളവരെ ഇങ്ങനെ നന്നായിട്ട് സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. അതെല്ലാം വാഷിംഗ് മെഷീനിലെല്ലാം തുണിയെല്ലാം അലക്കാനിട്ട ശേഷം അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങളൊരു ചെറിയ ബെഞ്ച് അടിച്ചിട്ടുണ്ട്. സോപാനം പോലെയല്ല, സോപാനത്തിന് പകരം ചെറിയൊരു റെഡിമെയ്ഡ് ബെഞ്ച് അടിച്ചിട്ടുണ്ട്. അതിലിങ്ങനെ ഇതുപോലെ കുഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് എന്നും രാത്രി ഞങ്ങളെടുത്ത് മാറ്റും. കാരണം പൂച്ച വന്ന് കിടന്ന് അതിലാണ് കളിയും ഉറക്കവും, വേണമെങ്കിൽ ഛർദ്ദിച്ച് വരെ വയ്ക്കുന്നത് അതിലേക്ക് കേട്ടോ. അതുകൊണ്ട് എന്നും രാത്രി അകത്തെടുത്തിട്ടിട്ട് രാവിലെ പുറത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് വയ്ക്കലാണ് ജോലി. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അയ്യോ നമ്മുടെ ഡോബിയെ വർക്കിന് വിടാനുള്ള
ഉറങ്ങാനുള്ള സമയമായല്ലോ എന്ന് കരുതിയിട്ട് ഡോബി എടുത്തുകൊണ്ട് വന്ന് ഒന്നുകൂടെയൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ. അതിൽ പൊടിയൊക്കെ അടിച്ചിരിക്കും. അതിനെല്ലാം ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഡോബിയെ വാക്കിന് വിടുകയാണ്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് എന്താ കാര്യങ്ങളെല്ലാം സുഖമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഡോബി നല്ലതാണ്, നന്നായിട്ട് ക്ലീൻ ആവും. പക്ഷേ ഒരു 3 മാസമൊക്കെ കൂടുമ്പോഴേക്കും അതിൻ്റെ ബ്രഷ് കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി കൊടുക്കുക, ഇല്ലെങ്കിൽ ക്ലീൻ ആകത്തില്ല കേട്ടോ. അതിൻ്റെ ബ്രഷൊക്കെ തേഞ്ഞ് തീരാറായി. ആ ബ്രഷ് സാധനങ്ങളെല്ലാം കൂടി വാങ്ങുമ്പോൾ 10,000 രൂപ ആവും കേട്ടോ. അതറിയാത്തതാണ് ഞാൻ ഈ സാധനം വാങ്ങിയത്. സത്യം പറഞ്ഞാൽ നല്ല ഉപയോഗമുണ്ട്. പക്ഷേ ഓരോ 3 മാസത്തിൽ അല്ലെങ്കിൽ ഓരോ 6 മാസത്തിൽ ഈ ബ്രഷും സാധനങ്ങളും 10,000 രൂപ കൊടുത്ത് വാങ്ങുന്നത് നഷ്ടക്കച്ചവടമായിട്ടാണ് എനിക്ക് തോന്നിയത്. എങ്കിലും ജോലി എളുപ്പം, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ക്ലീന്, നല്ല നീറ്റാക്കി തരും. അതുകൊണ്ട് തന്നെ വീട്ടിലിപ്പോൾ വലയൊക്കെ വലിയ രീതിയിലില്ല. കാരണം തറയൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആകുന്നത് കൊണ്ട് വല ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ പഴയതിൻ്റെ അത്ര പെട്ടെന്ന് വലയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. മാറ്റ് ഉൾപ്പെടെ നന്നായിട്ട് നമ്മുടെ ഡോബെ ക്ലീൻ ചെയ്ത് തരാം കേട്ടോ. ഇത് റോബോട്ടാണ്, ഇതിന് ഞാനിട്ട പേരാട്ടോ. ഞാനും വേദയും കൂടി ഇട്ട പേരാണ് ഡോബി. അപ്പോൾ ഞങ്ങൾ ഡോബി എന്ന് തന്നെയാണ് ഇതിനെ വിളിക്കുകയും ചെയ്യുന്നത്. നോക്കിക്കേ, ഡോബി വർക്ക് ചെയ്യുന്നു, ഞാനിവിടെ ഇരുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ സുഖമല്ലേ. എന്തായാലും എന്നത്തെയും ദിവസം ഇതുപോലൊക്കെ തന്നെയാണ് പോകുന്നത്. പിന്നെ കുക്കിംഗ് ആണ് ഏറ്റവും പാടുള്ള ജോലി. കുക്കിംഗ് ചെയ്യാൻ പാടില്ല, പക്ഷേ കുക്കിംഗ് ചെയ്ത പാത്രങ്ങൾ കഴുകാനാണ് ഏറ്റവും പാട് കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ ഓക്കെയാണ്. പിന്നെ എനിക്ക് വേറെ ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറേ സമയം അങ്ങനെയൊക്കെ പോകും കേട്ടോ. അപ്പോൾ സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. ഒരു ദിവസം നമുക്ക് തികയുന്നില്ല. പല പല കാര്യങ്ങളായിട്ട് ഭയങ്കര ബിസിയാണ്. അതിനിടയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കെന്നും വീട് തുടച്ച് വൃത്തിയാക്കി ഇടണം. തൂക്കുകയും വേണം, തുടക്കുകയും വേണം. അത് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എഡിറ്റിങ്ങൊക്കെ ആയിട്ട് ഇരിക്കുക. അപ്പോൾ പിന്നെ ഇങ്ങനെ വീട് തൂക്കാനും തുടയ്ക്കാനും ഒന്നും പറ്റത്തില്ല. അപ്പോൾ ആകെ വൃത്തികേടാവും. അപ്പോൾ ആ ഒരു ജോലി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഡോബിയെ വാങ്ങിയത് കേട്ടോ. അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കുടിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചെടി നിൽപ്പുണ്ട്. അതിനെ ഞാനിങ്ങനെ ഒടിച്ചൊടിച്ച് പറക്കി അത് വാടി നിന്ന സ്ഥലങ്ങൾ കളയട്ടെ. ഞാൻ പറയില്ല, നമ്മൾ തായ്ലൻഡിൽ പോയിട്ട് വന്ന ശേഷം എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ചെടിക്കൊക്കെ വെള്ളം 2-3 ദിവസം ഒഴിക്കാണ്ടിരുന്നപ്പോൾ ചെറിയൊരു വാടലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാടിക്കരിങ്ങി നിൽക്കുന്ന ഇലകളൊക്കെ ഞാൻ പതിയെ പറക്കി ഇങ്ങനെ കളയുകയാണ് കേട്ടോ. അത് വിട്ട് കൊടുത്താലും നല്ല ഭംഗിയാണ്. ഞാൻ പിന്നെ വെട്ടാനും പിടിക്കാനും ഒന്നും നിന്നില്ല, ഒന്നിനും വയ്യായിരുന്നു. അങ്ങനെ മോർണിംഗ് ഡ്രിങ്കും കുടിച്ച് ഇങ്ങനെ സൂര്യനെയൊക്കെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അത്യാവശ്യം വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. മഴയെങ്കിൽ മഴ, വെയിലെങ്കിൽ വെയിൽ, ചൂടൊക്കെ കാര്യമായിട്ടുണ്ട് കേട്ടോ. കുറേ സമയം ഞാൻ കളിച്ച് നിന്നു. ഇനി കിച്ചണിലേക്ക് കയറിയാൽ ഫുൾ ബിസി ആട്ടോ. കിച്ചണിൽ കയറി പിന്നെ ഇരിക്കത്ത് പോലുമില്ല. കിച്ചണിൽ കയറി ജോലി തുടങ്ങിയാൽ പിന്നെ അത് കഴിഞ്ഞ് അവിടെ തുടച്ച് വൃത്തിയാക്കി കുളി കഴിയുന്നത് വരെ എനിക്കൊരു റെസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ രാത്രി ജോലിയൊന്നും ചെയ്യാൻ വലിയ മടിയാണ്. ഈ കുളി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചായ ഇടുന്നത് പോലും എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. ഒരു ചായ ഇട്ടാൽ എത്ര പാത്രം ഉണ്ടാകുമെന്നോ കഴുകാനായിട്ട്. ഗ്ലാസ് ഉണ്ടാവും, കപ്പ് ഉണ്ടാവും, അത് ഇട്ട പാത്രം ഉണ്ടാവും. പറയാൻ പറ്റില്ല കേട്ടോ, ഒരുപാടുണ്ടാവും, പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് ഓക്കെ. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്.